ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് റാഡിഷ് കൊണ്ട് സാമ്പാർ ഉണ്ടാക്കാം. ഒരു റാഡിഷ് മതി കേട്ടോ. ഇതിന് റാഡിഷ് മാത്രമാണ് വെജിറ്റബിളായിട്ട് നമ്മൾ എടുക്കുന്നത്. ഒരു റാഡിഷാണ് വേണ്ടത്. ആ റാഡിഷ് കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം. 1 കപ്പ് സാമ്പാർ പരിപ്പ് എടുക്കണം. ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. 2 കഷ്ണം വെളുത്തുള്ളി, 2 കഷ്ണം ഉള്ളി വേണം. 3 പച്ചമുളക്, ഒരു 1/2 കപ്പ് തേങ്ങയും ശകലം ജീരകവും. ഇത് പ്രത്യേകം അരച്ചെടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി വേണം. ആവശ്യത്തിന് കായപ്പൊടി, ശകലം കായപ്പൊടി മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് എടുക്കണം. ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് നവിടി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളവും കൂടെ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് റാഡിഷ് വൃത്തിയായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കണം. ഒരു കുക്കറിൽ സാമ്പാർ പരിപ്പ് കഴുകണം. അതിൽ 2 കപ്പ് വെള്ളം ചേർക്കണം. അതിലേക്ക് റാഡിഷ് കൂടെ നമുക്ക് ചേർക്കാം. പിന്നെ പച്ചമുളക്, തക്കാളി, ഉള്ളി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് കുക്കറിൽ വേവിക്കണം. ആവശ്യത്തിനൂടെ ഉപ്പ് കൂടെ നമുക്ക് ചേർക്കാം കേട്ടോ. എന്നിട്ട് ഈ മല്ലിയും മുളകും മഞ്ഞൾപ്പൊടിയും കൂടെ വേവിച്ച സാമ്പാർ പരിപ്പിലേക്ക് നമ്മൾ സാമ്പാർ പരിപ്പ് റാഡിഷ് അതിലേക്ക് ചേർക്കണം. തേങ്ങയും ജീരകവും അരച്ച് വെച്ചതും പുളിവെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനെ തിളപ്പിക്കണം. 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കണം. ശകലം തേങ്ങ കൂടെ ചേർക്കാം. മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പച്ചമണം മാറുന്നത് വരെ നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ചീനച്ചട്ടിയിൽ ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ കൂടെ നമുക്ക് ചേർക്കാം. ഉലുവ നന്നായിട്ട് മൂപ്പിക്കണം, അല്ലെങ്കിൽ നല്ല കയ്പ്പ് തോന്നും. അതുകൊണ്ടാണ് നല്ല ബ്രൗൺ കളറിൽ മൂപ്പിക്കണം. ഇതിലേക്ക് കരിവേപ്പില, ഉള്ളി, 2 ചെറിയ കഷ്ണം ഉള്ളി മതി കേട്ടോ. ചെറിയ ഉള്ളിയാണ് ചേർക്കേണ്ടത്. ഇതിലേക്ക് വറ്റൽമുളക്, 2 വറ്റൽമുളക് മതി. തൊണ്ടൻ മുളക് കൂടെ 2 എണ്ണം ചേർക്കണം. നമുക്ക് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാൻ. ഇത് സാമ്പാറിന് നല്ല ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ തൊണ്ടൻ മുളക് ചേർക്കുന്നത്. 1 നുള്ളി കായപ്പൊടി കൂടെ നമുക്ക് ചേർക്കാം. കായപ്പൊടി എണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ നല്ല മണമായിരിക്കും. ഇതിനെ നമുക്ക് സാമ്പാറിലേക്ക് നമുക്ക് ചേർക്കണം. കടുക് വറുത്തതെല്ലാം കൂടെ ചേർത്ത് ശകലം മല്ലിയില കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഈ സാമ്പാർ വളരെ ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.